നമസ്കാരം. ഈ ഭർത്താവിനേക്കാളും കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ആയി കഴിയുമ്പോൾ ചില സ്ത്രീകൾക്കൊരു ധാരണയുണ്ട്, ഭർത്താവിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഭർത്താവ് പോരാ. താൻ ചെന്ന് എത്തപ്പെട്ട സ്ഥലത്ത് തൻ്റെ പഠിത്തത്തിനും തൻ്റെ സ്റ്റാറ്റസിനുമുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അതാണ് ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇവർ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ചെന്ന് എത്തപ്പെടുന്നത് വലിയൊരു അപകടത്തിലാണ്. അത്തരത്തിലൊരു സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു മനുഷ്യൻ വിളിച്ചു. അദ്ദേഹം എന്നോടത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. എനിക്ക് ആദ്യമേ എന്നോട് അയച്ച മെസ്സേജ് അങ്ങനെ, ഞാൻ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, ഞാൻ ഗൾഫിലാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഇത് വളരെ ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആദ്യം കരുതി ഇദ്ദേഹം നാട്ടിൽ നിന്ന് വന്ന് ഗൾഫിലോട്ട് വന്ന് ജോലിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഉള്ള രീതിയും നാട് വിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, ഒറ്റപ്പെടൽ ഫീൽ ചെയ്തായിരിക്കും എന്ന് കരുതി. പിന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എനിക്ക് ഒന്ന് സംസാരിക്കാൻ എപ്പോഴാണ് പറ്റുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഇപ്പം ഞാനപ്പം ഒരു സമയം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ പയ്യൻ എന്നെ വിളിച്ച് സംസാരിക്കാൻ ഇടയായി. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചവൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്, പക്ഷേ എങ്കിലും ഞാൻ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതിന് പ്രത്യേകിച്ച് ഇനി ഒരു വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, അവൻ്റെ പ്രശ്നം എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഊഹിക്കാമല്ലോ. എന്നടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാനൊരു സാധാരണ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. ഞാനൊരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ വളരെ സാമ്പത്തികമായ ഭദ്രത വളരെ കുറവായ ഒരു വീടാണ്. ഞങ്ങൾ ചെറിയൊരു ഭവനമായിട്ട് പോവുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അവൾക്ക് തുടർന്ന് പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് അവൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പല പ്രാവശ്യം ഇവൾ പറഞ്ഞെങ്കിലും അവൻ്റെ സാമ്പത്തിക ഭദ്രത കാരണം അതിന് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പയ്യന് ഗൾഫിലേക്ക് വരാനൊരു ചാൻസ് ലഭിക്കുന്നു. അവൻ ടെക്നിക്കൽ സൈഡിൽ അല്പം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അങ്ങനെ ഗൾഫിലേക്ക് വന്ന് അല്പസ്വല്പമൊക്കെ സാമ്പത്തികമൊക്കെ മെച്ചപ്പെട്ടപ്പം വീണ്ടും ഈ പെൺകുട്ടി പറഞ്ഞു അവൾക്ക് പഠിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ശരി നീ എന്നാ പഠിച്ചു എന്ന് പറഞ്ഞ് ഇവളെ പഠിത്തത്തിനായിട്ട് ഈ പയ്യൻ വിട്ടു. ആദ്യത്തെ ഒരു വർഷത്തോളം ഇവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്കൊക്കെ കരസ്ഥമാക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുംതോറും ഈ പെൺകുട്ടിക്ക് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കാം, ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല. അപ്പോൾ പിന്നീട് അവന് മനസ്സിലായി, അവിടെയുള്ള വേറൊരു പയ്യനുമായിട്ട് ഈ പെൺകുട്ടി വളരെ ക്ലോസ്ഡാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ചങ്ക്സാണ്, അതായത് പിറക്കാതെ പോയ സഹോദരനാണ് അവൻ, മറ്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല, മറ്റ് ബന്ധമൊന്നുമില്ല, വളരെ ക്ലോസ് ഫ്രണ്ടാണെന്നാണ് അവൾ പറയുന്നത്.